വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്തായാലും നിങ്ങളുടെ മൊബൈലിൽ ഈ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ചേ പറ്റൂ. വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക. എന്താണ് ആ സെറ്റിങ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഒരുപാട് പാസ്വേഡുകൾ നമ്മുടെ മൊബൈലിൽ എൻ്റർ ചെയ്യാറുണ്ട്. ഫേസ്ബുക്കിൻ്റെത്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെത്, അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ്ങിൻ്റെതൊക്കെ നമ്മൾ പാസ്വേഡുകൾ നമ്മുടെ മൊബൈലിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഒളിഞ്ഞു നോക്കുന്ന ആർക്കും നമ്മുടെ മൊബൈലിൽ എന്താണ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹിഡൻ ആപ്ലിക്കേഷൻസുകളൊക്കെ ഇപ്പോൾ ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹാക്കേഴ്സിൻ്റെയൊക്കെ കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. അവർ നമ്മുടെ മൊബൈലിൽ നമ്മളറിയാതെ എന്തെങ്കിലും ഒരു ഹിഡൻ സ്ക്രീൻ റെക്കോർഡറോ മറ്റോ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നതെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. എന്നാൽ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും തന്നെ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനേ സാധിക്കില്ല. നമ്മളത് ചെയ്തു വെക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ മൊബൈലിൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഓപ്പൺ ചെയ്തു. ഇവിടെ ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ 1, 2, 3 എന്ന് തന്നെ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതൊരു അര സെക്കൻഡോളം ആ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു നമ്പർ അവിടെ വിസിബിളാണ്, അത് കാണുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്ക് തന്നെ ഞാൻ എന്താണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് ഇവിടെ മനസ്സിലാവും. ഞാൻ എത്ര സ്പീഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ അത് വിസിബിളാണ്, അത് കാണുന്നുണ്ട്. അത് കണ്ട് പിന്നെ അതൊരു ഡോട്ടായിട്ട് മാറുകയാണ്. എന്നാൽ ഇത് നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. കാരണം മറ്റുള്ളവർക്ക് നമ്മൾ എന്താണ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ തന്നെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അതിനായിട്ട് ഞാനിത് ബാക്ക് വരികയാണ്. ബാക്ക് വന്നതിന് ശേഷം ഞാനിവിടെ സെറ്റിങ്സ് എടുക്കുകയാണ്. നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ നിങ്ങൾ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിൽ ഇവിടെ കാണുന്നത് മേക്ക് പാസ്വേഡ്സ് വിസിബിൾ എന്നാണ് കാണുന്നത്. ചില മൊബൈലുകളിൽ ഷോ പാസ്വേഡ്സ് എന്ന ഭാഗത്തായിരിക്കും ഇതുണ്ടാകുക. മേക്ക് പാസ്വേഡ് വിസിബിൾ എന്ന ഈ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ മേക്ക് പാസ്വേഡ്സ് വിസിബിൾ എന്ന ഭാഗത്ത് ഓണിലാണ് ഉള്ളത്. ഇങ്ങനെ ഓൺ ആയതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ഓരോ ക്യാരക്ടറും അവിടെ തെളിഞ്ഞു കാണുന്നത്. ഞാനത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്ക് വന്നു. നേരെ ഞാൻ ഇൻസ്റ്റാഗ്രാം വീണ്ടും ഓപ്പൺ ചെയ്യണം. എനിക്ക് ആ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ പാസ്വേഡ് എന്ന ഭാഗത്ത് വീണ്ടും അതുപോലെ ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വെറും ഡോട്ട് മാത്രമാണ്. എന്താണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. പെട്ടെന്ന് ഞാൻ സ്പീഡിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോഴും അവിടെ വെറും ഡോട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പാസ്വേഡ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ മൊബൈലിൻ്റെ സെക്യൂരിറ്റിനെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ മൊബൈലിൽ സെറ്റിങ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് നല്ലതാണ്. ആരൊക്കെയാണ് ഒളിഞ്ഞു നോക്കി ഇങ്ങനെയൊക്കെ പാസ്വേഡ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.